നാളെ നടക്കാൻ പോകുന്ന +1 അക്കൗണ്ടൻസി എക്സാമിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ചില പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മറക്കരുത് മക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികൾ എന്ത് ചെയ്യുക, ഇന്ന് നടക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ ലൈവിലേക്ക് നിങ്ങൾ എത്തിക്കുക. കഴിഞ്ഞ +2 അക്കൗണ്ടൻസിയുടെ എക്സാമിനേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ +1ലും മോസ്റ്റ്ലി നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മോറോവർ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. അപ്പോൾ മക്കളെ, ലിബാൻ സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നോക്കാം. ഒന്നാമത് നിങ്ങൾക്കറിയാലോ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും. ഈ ട്രയൽ ബാലൻസിൻ്റെ റെക്ടിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിന് ഒരു 15 മാർക്കിന് അടുത്ത് വരെ എക്സാമിന് ചോദിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ. സോ ഇതിന് വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് ചെയ്യാനൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ, അസറ്റും എക്സ്പെൻസും ഇത് രണ്ടും ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി ഇത് മൂന്നും ക്രെഡിറ്റ് ബാലൻസ്. അല്ല സാർ, ഇത് രണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ആണ്. ഓക്കെ, അതിനെന്താ, അത് നമ്മളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യാറ്, 3 കള്ളി വരയ്ക്കുക. എന്താ മക്കളെ, 3 കള്ളികൾ വരയ്ക്കുക. ഈ 3 കള്ളിയിൽ എന്തെല്ലാം വേണമെന്ന് അറിയാം. അപ്പോൾ 3 കോളംസ് ഉള്ള ഒരു ടേബിൾ വരയ്ക്കുക. ഈ ടേബിളിൽ 1 ഡെബിറ്റ്, 2 ക്രെഡിറ്റ്, മൂന്നാമത്തത് ലെഡ്ജർ. ഈ 3 എണ്ണമാണ് എന്ത് വേണ്ടത്, 1 ഡെബിറ്റ്, 2 ക്രെഡിറ്റ്, മൂന്നാമത്തത് നെയിം ഓഫ് ദ, ഇതെങ്ങനെയായത്, നെയിം ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. സോ ഞാൻ എന്ത് ചെയ്യാം, വരച്ച് സെറ്റാക്കി കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്കളെ ഡെബിറ്റ്, രണ്ടാമത്തത് ക്രെഡിറ്റ് അല്ലേ. സോ എവിടെയാണ് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും വേണ്ടത്, ഇതാണ് ഡെബിറ്റ്, ഇതാണ് ക്രെഡിറ്റ്, ഇതാണ് ലെഡ്ജർ അക്കൗണ്ട്സ്. നിങ്ങൾ ആദ്യം, നിങ്ങൾക്കൊന്നും അറിയില്ല, ഈ 3 കള്ളി വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. ഓക്കെ, നിങ്ങൾക്കറിയാം. അടുത്ത കാര്യം, ഈ കാണുന്ന ഐറ്റംസ് കണ്ടോ, ഇതിലുള്ള ഐറ്റംസ് കണ്ടോ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അതേപോലെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തുണ്ട്, ക്യാപിറ്റൽ, ബാങ്ക്, ക്രെഡിറ്റ്, അതെന്ത് ചെയ്യുക, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഇനിയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെയാണ് ചെയ്യുക. ഇതിൽ ഐറ്റംസ് ചിലത് അസറ്റാണ്, ചിലത് എക്സ്പെൻസ് ആണ്, ചിലത് ഇൻകം ആണ്, ചിലത് ക്യാപിറ്റൽ ആണ്, ചിലത് ലയബിലിറ്റി ആണ്. നോക്ക്, നേരെ നോക്കിക്കോ. ഫസ്റ്റ് വൺ എന്താ, ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഉറപ്പാണ്, സി. ക്യാപിറ്റൽ, ഇൻകം, ലയബിലിറ്റി, ഈ 3 ഐറ്റംസിന് ക്രെഡിറ്റ് ബാലൻസാണ്. സോ ക്യാപിറ്റൽ ആകുമ്പോൾ ക്രെഡിറ്റ് ബാലൻസാണ്. പിന്നെ ഇതിൽ നോക്ക്, ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് കണ്ടെത്താൻ വളരെ ഈസിയാണ്. കാരണം ക്രെഡിറ്റർ പൈസ കടം കൊടുക്കാനുള്ള ആൾക്കാരാണ്. സോ അത് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ലോൺ ഇങ്ങോട്ട് കിട്ടാണ്ടാവും, ലോൺ അങ്ങോട്ട് കൊടുക്കാനല്ലേ. സോ അതെന്താ, ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസാണ്. ബിൽസ് പേബിൾ. പേബിൾ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും, റിസീവബിൾ അല്ല കേട്ടോ, പേബിൾ എന്ന് പറഞ്ഞ് എന്തുണ്ടെങ്കിലും അതെന്താ, ലയബിലിറ്റി ആയിരിക്കും, അതിന് ക്രെഡിറ്റ് ബാലൻസാണ്. പിന്നെ ബാക്കി ഇതിലെന്താ ഉള്ളത്, വേറെ ഒന്നുമില്ല. ഇൻകം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിലേതാ ഇൻകം, നിങ്ങളുടെ വരുമാനം ഏതാ, റവന്യൂ, സെയിൽസ് അല്ലേ. സോ ഇൻകം ആണ് ക്രെഡിറ്റ് ബാലൻസ്. ആദ്യം ഇത് മാച്ച് ചെയ്യാം. അസറ്റ് അല്ല, എക്സ്പെൻസ് അല്ല, അതൊക്കെ അവിടെ മാറ്റി വെക്കുക. ഏറ്റവും ഈസി ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാവുള്ളൂ. ഒന്ന് ക്യാപിറ്റൽ. ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ക്യാപിറ്റൽ ആയിരിക്കും. ക്യാപിറ്റൽ അതേ പേരിൽ, ഈ ക്യാപിറ്റൽ എന്നുള്ള പേരിലാണ് ക്യാപിറ്റൽ ഉണ്ടാവുക. അപ്പോൾ ക്യാപിറ്റൽ തന്നെ ചെയ്യാം. ലയബിലിറ്റി ആണ്, ക്രെഡിറ്റർ, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റർക്കും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ക്രെഡിറ്റർ, ബാങ്ക് ലോൺ, ബിൽസ് പേബിൾ, പിന്നെ ഇൻകം ആയിട്ടുള്ള സെയിൽസും. ക്ലിയർ അല്ലേ. ഇത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ക്ലിയർ അല്ലേ. ഇത് തീർന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഡെബിറ്റ് സൈഡാണ്. ബാക്കി നോക്ക്, ക്യാഷ്, ഡെപ്റ്റർ, ഫർണിച്ചർ, മെഷീനറി, ബാങ്ക്, സ്റ്റോക്ക്, ഇതൊക്കെ എന്താ, അസറ്റുകളാണ്. ഇതൊക്കെ അസറ്റാണ്. ഡെപ്റ്റർ, നമുക്ക് പൈസ കിട്ടാനുണ്ട്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചർ, നമ്മുടെ മെഷീനറി, നമ്മുടെ ബാങ്ക്, നമ്മുടെ സ്റ്റോക്ക്, വസ്തുക്കൾ, ഇതൊക്കെ എന്താ, അസറ്റ് അല്ലേ. അതെ. അപ്പോൾ ഇതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ ഇതൊക്കെ നമ്മൾ ചെയ്യും, ഇവിടെ ഒക്കെ എന്താ, അസറ്റുകളാണ്, ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇനി നോക്കണം, മെഷീനറി, ബാങ്ക്, സ്റ്റോക്ക്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ഇപ്പുറം ഇത് അസറ്റിൻ്റെ അസറ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. സാലറി നമ്മുടെ എക്സ്പെൻസ്, ചിലവല്ലേ, അതും ഡെബിറ്റ് സൈഡിൽ. സാലറി എന്ന മക്കളെ എക്സ്പെൻസ്, അതും ഡെബിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ അത് പർച്ചേസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാരേജ് ഉണ്ട്. ഇത് രണ്ടും, ക്യാരേജ് മീൻസ് എന്താ, ചുമട്ടുകൂലി, പർച്ചേസ്, സാധനങ്ങൾ വാങ്ങുന്നത്. ഇത് രണ്ടും എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ട് ഇതും എന്താ, ഡെബിറ്റ് സൈഡാണ്. ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ 1, 2 തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. 1 മാർക്കല്ലേ പോകുന്നുള്ളൂ, 2 മാർക്കല്ലേ മാക്സിമം പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നു, അതിൽ 2 മാർക്ക് പോയാൽ ബാക്കി 4 മാർക്ക് കിട്ടൂലേ. അപ്പം എത്ര ഐറ്റംസ് ഉണ്ടോ ഓരോന്നിനും ഹാഫ് മാർക്കാണ്, 1, 2, 3, 4. അപ്പം നിങ്ങൾ എത്ര എണ്ണം ശരിയാക്കിയോ അതിനൊക്കെ ഹാഫ് മാർക്ക് കിട്ടി. ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 60 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അതിലൊരു 20 മാർക്ക് പോയാലും 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടൂലേ. ഒരിക്കലും 20 മാർക്ക് പോരുതിട്ടോ. ഞാൻ വളരെ ബിലോ ഏവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, പറഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നോക്ക്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഐറ്റംസ് ചെയ്താൽ ക്രെഡിറ്റർ, ക്യാപിറ്റൽ, ബാങ്ക്, ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതുന്നു കേട്ടോ. ക്രെഡിറ്റർ, ക്യാപിറ്റൽ, ബാങ്ക് ലോണ്, ബിൽ പേബിൾ, ക്യാഷ്, ബിൽസ് പേബിൾ, ക്യാഷ്, ഡെപ്റ്റർ, ഫർണിച്ചർ, ദെൻ മെഷീനറി, ബാങ്ക്, സ്റ്റോക്ക്, സാലറി, മെഷീനറി,
ബാങ്ക്, സ്റ്റോക്ക്, സാലറി, സെയില്, പർച്ചേസ്, ക്യാരേജ്. സെയില്, പർച്ചേസ്, ക്യാരേജ്. സോ നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തു. ക്രെഡിറ്റ് സൈഡിലാണ് 11,000 ക്രെഡിറ്റ് സൈഡ്, 55,000 ക്യാപിറ്റലും ക്രെഡിറ്റ് സൈഡിൽ, ബാങ്ക് ലോൺ 25,000 ക്രെഡിറ്റ് സൈഡിൽ. സോ 11, 55, 25. 11,000, 55,000, 25,000. ഈ ലൈനൊന്നും വേണമെങ്കിൽ നല്ല രീതിയിലാക്കാം അല്ലേ? സോ നല്ല രീതിയിലാക്കി തരാം. ഓക്കെ, 3 കഴിഞ്ഞു. നെക്സ്റ്റ് ബാങ്ക് ലോൺ. ബിൽസ് പേബിൾ 6,000, ഇതും ക്രെഡിറ്റ് സൈഡിലാണ്. ക്യാഷ് 18,000. സോ ഇവിടെ 6,000 ഇപ്പുറം സൈഡിൽ ഇതാ. ക്യാഷിൻ്റെ നേരെ എന്താ 18,000. പിന്നെന്താ ഉള്ളത് മക്കളെ? ഡെപ്റ്റർ 29, ഫർണിച്ചർ 15. ഇതൊക്കെ അസറ്റ് അല്ലേ? ഡെബിറ്റ് സൈഡിൽ 29, 15,000. സോ 29,000, 15,000, 15,000 അല്ലേ? ഓക്കെ, 15,000. സോ ഇനി അടുത്ത ഐറ്റംസ് എന്താ? മെഷീനറി 50, ബാങ്ക് 50, 8, സ്റ്റോക്ക് 33. 50, 8,000, 33,000. സോ 50,000, 8,000, 33,000. അടുത്തത് എന്താ? സാലറി 22,000, സെയിൽസ് ഇപ്പുറം സൈഡിലല്ലേ? സോ 22,000 ഡെബിറ്റും 1,43 ക്രെഡിറ്റ് സൈഡും. 22,000, 1,40,000. അയ്യോ, എന്താ സെയിലല്ലേ? അപ്പം ഇപ്പുറം സൈഡിൽ 1,43,000. ഇനി എന്താ ഉള്ളത്? 2 ഐറ്റം. 63, 2,000. സോ 63,000, 2,000. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെയും ടോട്ടൽ ചെയ്താൽ നോക്ക്. ഇവിടെ 1,43, 1,49, 1,54, 1,55, 1,55, അയ്യോ തെറ്റിപ്പോയി. 1,49, 1,50, 1,60, 1,60, 1,80, 1,90, 2,40,000 ക്രെഡിറ്റ് സൈഡിൽ 2,40,000. അപ്പോൾ സാറേ ഡെബിറ്റ് സൈഡിൽ എത്രയാണ് അത് നോക്കാം. 18, 18, 20, 20, 40, 50, 50, 64, 64, 1,14, 1,19, 1,22, 1,22, 1,52, 1,72, 1,75, 2,35. തെറ്റിപ്പോയോ? ഡിഫറൻസ് ഉണ്ടല്ലോ. 65, 65, 70, 1,20, 1,20, 1,28, 1,78, 1,83, 1,93, 93, 202, 222, 2,40,000, 2,40,000 കണ്ടോ? 2 സൈഡ് ഈക്വൽ ആയത്. ഇനി അഥവാ 2 സൈഡ് ഈക്വൽ ആയിട്ടില്ല, ഒറ്റൊന്നാണിത്. നിങ്ങൾ ഇത് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത് അറിയോ? ഇതെല്ലാ ഐറ്റംസ് ടോട്ടൽ ചെയ്യാം. ഇതെല്ലാം ടോട്ടൽ ചെയ്യാം. നോക്ക്, അപ്പോൾ എത്ര കിട്ടുക ടോട്ടൽ? 2,80,000 കിട്ടുക. സോറി, 4,80,000 കിട്ടുക. അതിൻ്റെ പകുതിയാണ് ഒരു സൈഡ്. കണ്ടോ? 4,80,000. ഇത് എല്ലാത്തിനെയും ടോട്ടൽ 4,80,000. അതിൻ്റെ പകുതി എത്ര? 2,40. അല്ലേ? കണ്ടോ? ഇതൊരു ഐഡിയ ആണ്. അപ്പോൾ ശരിക്കും ആക്ച്വലി എന്താണ്? ഒരു സൈഡിൽ 2,40. നിങ്ങൾ ഏതെങ്കിലും 1 or 2 മിസ്റ്റേക്ക് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടോട്ടലിൻ്റെ ഡിഫറൻസ് നോക്കുക, എത്രയാണ് വ്യത്യാസം വന്നുള്ളത്. ആ വ്യത്യാസം ഏതാണോ ഏതോ ഒരു ഐറ്റം ആയിരിക്കും. ആ ഐറ്റം ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് അറിയാം. ചിലപ്പം ഇങ്ങനെ അല്ലാണ്ട് ചിലപ്പോൾ ചോദിക്കും, ഒരു ട്രയൽ ബാലൻസ് തരും, അത് തെറ്റിച്ച് തരും, മിസ്റ്റേക്ക് ആക്കി തരും. നിങ്ങളത് ശരിയാക്കണം. നിങ്ങളെ കൊണ്ട് പറ്റും. സിമ്പിളാണ്. ഇനി മറ്റൊരു കാര്യം എന്താ അറിയാം? ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിക്കും. എന്താ മക്കളെ? ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് ഒന്നാമത്തെ എന്തിനാ? ലെഡ്ജർ അക്കൗണ്ടിന് എന്താണ്? ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ അരിത്മെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള നമുക്ക് എന്ത് ചെയ്യും? ഈ ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലൊക്കേറ്റ് എറേഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ അരിത്മെറ്റിക്കൽ അക്യുറസി കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യം. നെക്സ്റ്റ് അല്ലേ? ഇനി അടുത്തത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഒന്നെങ്കിൽ പർച്ചേസ് അക്കൗണ്ട്, അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ട്, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ, അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ. ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും 100% ചോദിക്കും. ഈ 4 ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഇത് 4 ഒരേപോലെ പ്രിപ്പയർ ചെയ്യാം. 4 ഒരു വ്യത്യാസമില്ല. ആകെ ഒരൊറ്റ ഐറ്റം, ഒരു വാക്ക് നിങ്ങൾ മാറ്റിയാൽ എല്ലാം മാറി. സിമ്പിളാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇത് കുറച്ച് കള്ളികളുണ്ടാവും. എന്താ കള്ളികൾ? ഒന്നാമത്തത് ഡേറ്റ് കോളം ഉണ്ടാവും. 2 പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ എമൗണ്ട് കോളം. സോ നമ്മൾ ആദ്യം എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസ് ബുക്ക് അല്ലേ? സോ പർച്ചേസ് ബുക്ക്. ആരെ പർച്ചേസ് ബുക്ക്? അവിടെ ആളെ പേരുണ്ടോ? പർച്ചേസ് ബുക്ക് ഓഫ് വമ്പൻ്റെതാണ്. അപ്പോൾ പർച്ചേസ് ബുക്ക് ഓഫ് വമ്പൻ ഏത് മാസമാണെന്നുണ്ടോ? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോർ ദ മന്ത് ഓഫ് ജൂൺ.
അതിൽ 2018 സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫോർ ജൂൺ ആ മാസം കൂടി എന്ത് ചെയ്യുക ഇവിടെ എഴുതുക, അല്ലെങ്കിൽ ആ വർഷം എഴുതുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഡേറ്റ്. പർച്ചേസ് ബുക്ക് നമ്മൾ ഇത് ആരെ കയ്യിൽ നിന്ന് വാങ്ങുക? സപ്ലയർ കയ്യിൽ നിന്നല്ലേ. സോ നെയിം ഓഫ് സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്റർ, നമുക്ക് സാധനം തരുന്ന ആളാരാ? അയാൾക്ക് സപ്ലയർ എന്ന് പറയാം. ഇതെന്താ? ലെഡ്ജർ ഫോളിയോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലെഡ്ജർ ഫോളിയോ ചെയ്താം. നെക്സ്റ്റ് എമൗണ്ട്. വേണമെങ്കിൽ 2 എമൗണ്ട് കള്ളി ഉണ്ടായാലും പ്രശ്നമില്ല, ഒറ്റ എമൗണ്ട് കള്ളി ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ നമുക്ക് 1, 2, 3, 4 ഡേറ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും ഡേറ്റ് വരും. സോ നമ്മൾ ഫസ്റ്റ് ഡേറ്റ് 1, ഇത് ജൂൺ ആണെന്ന് ചോദിക്കാം. സോ 1/6 പർച്ചേസ് 10 സ്റ്റൂള്. 10 സ്റ്റൂള് വാങ്ങി ആരുടെ കയ്യിൽ നിന്നാണ്? അക്ബർ ആൻഡ് കോ. സോ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? അക്ബർ ആൻഡ് കമ്പനി. അക്ബർ ആൻഡ് കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്തൊക്കെയാണ് വാങ്ങിയത്? 10 സ്റ്റൂൾ. ഒന്നിന് എത്രയാണ്? ഒന്നിന് എത്ര രൂപയാണ്? 200 രൂപ. സോ 200, 2000. ഇനി ഇയാളെ കയ്യിൽ നിന്ന് 2 ഐറ്റംസ് വാങ്ങി. അപ്പം എന്ത് ചെയ്യുക? അതും ഇവിടെ എഴുതുക. അപ്പം അയാളെ കയ്യിൽ നിന്ന് 2 ചെയർ വാങ്ങി. ഒന്നിന് 400 രൂപ. സോ അതും കൂടി ഇവിടെ, ഇവിടെ 2000 എഴുതുക, ഇവിടെ 800 എഴുതുക. ടോട്ടൽ 2800. കണ്ടോ? ഇങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായി? അപ്പോൾ ഒരാളെ കയ്യിൽ നിന്ന് 2 3 ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതെല്ലാം ഇവിടെ ഒരുമിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ 10 സ്റ്റൂളിന് എത്രയാണ്? 2000. ആകെ ഒരു ഐറ്റംസ് ഇയാളെ കയ്യിൽ നിന്ന് വാങ്ങിയുള്ളൂ. പർച്ചേസ് 5 ടേബിൾ. ഒന്നിന് 1000 രൂപ. ആരുടെ കയ്യിൽ നിന്നാണ്? സിജോ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ നിന്ന് അല്ലേ? അപ്പോൾ സിജോ നോക്ക്, സിജോ എന്നാണ് ഇയാളെ പേര് കേട്ടോ. ഓക്കെ, സിജോ കാണുന്നില്ലേ? സോ 2/6 സിജോ അതിന് കമ്പനി വേണമെങ്കിൽ കൊടുക്കാം. 10 ടേബിൾ. 10 ടേബിൾ ഉണ്ടോ? 5 ടേബിൾ. എത്ര ടേബിൾ? 5 ടേബിൾ ഇൻറ്റു ഒന്നിന് എത്രയാണ് മക്കളെ വില? ഒന്നിന് 1000 രൂപ. എത്രയാ? 1000. അപ്പോൾ എത്ര ഉണ്ടാവും അവിടെ? 5000 രൂപ. പക്ഷെ അവിടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്കൗണ്ട് എത്രയാണ്? 5000 ഇൻറ്റു 10% എത്രയാ? 500. അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചാൽ 5000 500 കുറച്ച് ബാക്കി എത്ര? 4500. അപ്പോൾ സിജോൻ്റെ കയ്യിൽ നിന്ന് എത്രയാണ്? 4500 രൂപക്കാണ് സാധനം വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് പർച്ചേസ് സ്റ്റേഷനറി പർച്ചേസ് ചെയ്ത് നമ്മൾ കാണിക്കണോ? വേണ്ട. സ്റ്റേഷനറി പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യേണ്ട? കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല. ഇനി ക്യാഷ് പർച്ചേസ് ഓഫ് 10 ടേബിൾ റെക്കോർഡ് ചെയ്യണോ? വേണ്ട. ക്യാഷ് പർച്ചേസ് റെക്കോർഡ് ചെയ്യേണ്ട. ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ സാറേ അസറ്റ് പർച്ചേസ് ചെയ്താലോ? അസറ്റിൻ്റെ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ അത് ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ സാറേ ക്യാഷിൻ്റെ ആണെങ്കിലോ? ക്യാഷിന് അസറ്റ് വാങ്ങിയാലും ഗുഡ്സ് വാങ്ങിയാലും അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും, പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. അവസാനം എന്താണ്? 6-ാം തീയതി 6/6 തന്നെയല്ലേ? 1 2 3 അത് 6 അല്ല, 4-ാം തീയതി 6 ചെയർ 6 ചെയർ 6 അല്ല 4 ആരെ 6 ചെയർ ഫ്രം ജുനൈദ്. സോ ജുനൈദ് 6 ചെയറിന് ഒന്നിന് എത്ര രൂപ? 500 രൂപ. 500 ഇപ്പം എത്രയായി? 3000. നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. സിമ്പിളാണ് ടോട്ടൽ ചെയ്യാന്ന് പറഞ്ഞാൽ. എത്ര ഉണ്ട്? 5000 9500. ടോട്ടൽ 9500 ഉള്ളൂ. അപ്പം നമ്മൾ ആകെ വാങ്ങിയ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്? 9000 രൂപ. ഇതാണ് പർച്ചേസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ. എല്ലാം ഇങ്ങനെ തന്നെയാണോ? അല്ല. ഇവിടെ പർച്ചേസ് ബുക്കിന് പകരം എന്ത് ചെയ്യും? സെയിൽസ് ബുക്ക് എഴുതണം. ഇവിടെ കണ്ടോ? ഇവിടെ നമ്മൾ പർച്ചേസ് ബുക്ക് എഴുതില്ല, അതിന് പകരം എന്ത് ചെയ്യുക? സെയിൽസ് ബുക്ക് എഴുതുക. നെയിം ഓഫ് ദ സപ്ലയർ ആണോ? അല്ല. നെയിം ഓഫ് ദ കസ്റ്റമർ. സെല് ചെയ്യുമ്പോൾ കസ്റ്റമർ ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. അതോ ഞാനത് വിട്ടുപോയി. ഇവിടെ ഒരു ഐറ്റം ഉണ്ടോ? അതിൻ്റെ പേരാണ് എന്ത് മക്കളെ? ഇവിടെ ബിൽസ്, സോറി, ഇവിടെ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. എന്താ മക്കളെ? ബിൽ നമ്പർ അല്ലേ, ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. അപ്പം സെയിലാണെങ്കിലോ അതിനും ഇൻവോയ്സ് നമ്പർ തന്നെ കൊടുക്കുക. സെയിലും പർച്ചേസും ഇൻവോയ്സ് നമ്പറാണ്. പക്ഷേ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ അവിടെ എന്താണ്? ഡെബിറ്റ് നോട്ടാണ്. സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ അവിടെ ക്രെഡിറ്റ് നോട്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ ഇൻവോയ്സ് നമ്പർ പകരം എന്ത് ചെയ്യും? ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എന്ന് വരും. അപ്പോൾ നെയിം ഓഫ് ദ സപ്ലയറോ? പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ നെയിം ഓഫ് ദ സപ്ലയർ ആണ്. സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ നെയിം ഓഫ് ദ കസ്റ്റമർ ആണ്. ക്ലിയർ അല്ലേ? ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? എക്സാമിന് ചോദിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചോദിക്കുന്നത് മക്കളെ ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഈ ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. പിന്നെ ട്രയൽ ബാലൻസിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്യും? കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു വീഡിയോയിലാണ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് മക്കളെ റെക്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ്റെത്, പിന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സെറ്റായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ ഇന്ന് വരുന്ന ലൈവിൽ മറക്കരുത്. ലൈവ് നിങ്ങൾ ഫുൾ കാണണം. ലൈവിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളത്തെ എക്സാം വരുന്നത്. മക്കളെ ഓൾ ദ ബെസ്റ്റ്. ഡൺ ആക്കണം.